മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കേ, ഇന്ന് നമ്മളൊരു പുതിയ വിശുദ്ധയെ പരിചയപ്പെടാൻ പോവുകയാണ്. അന്ധരുടെ വിശുദ്ധ. പകർച്ചവ്യാധികൾ, തൊണ്ടരോഗം, ചെങ്കണ്ണ് എന്നിവ മാറാൻ ഈ വിശുദ്ധയോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ വിശുദ്ധ ആരാണെന്ന് ആഗ്നസിന് അറിയാമോ? വിശുദ്ധ ലൂസിയല്ലേ? അതെ, വിശുദ്ധ ലൂസിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സിസിലിയിലെ സിറാക്കൂസ് നഗരത്തിൽ വളരെ സമ്പന്നരും കുലീനരുമായ ദമ്പതികളുടെ മകളായി AD 283 ലൂസി ജനിച്ചു. ലൂസി വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവളുടെ പിതാവ് മരിച്ചു. അവളുടെ അമ്മ യുറ്റിച്ചിയ ഏറെ സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി അവളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തി. ലൂസി യേശുവിനെ ഏറെ സ്നേഹിച്ചിരുന്നു. ഒരിക്കലും വിവാഹം കഴിക്കുകയില്ലെന്നും യേശുവിന് മാത്രം താൻ സ്വന്തമായിരിക്കുമെന്നും അവൾ തീരുമാനിച്ചു. എന്നാൽ മനോഹരമായ കണ്ണുകളുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നതുകൊണ്ട് ലൂസിയെ വിവാഹം ചെയ്യാൻ അനേക യുവാക്കൾ ആഗ്രഹിച്ചു. അവളുടെ അമ്മ ക്രിസ്ത്യാനിയല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ലൂസി അതിനോട് യോജിച്ചില്ല. അമ്മയ്ക്ക് നിരാശയായി. ഈ സമയത്ത് ലൂസിയുടെ അമ്മ രോഗബാധിതയായി. ഒരു രാത്രി ലൂസിക്ക് ഒരു സ്വപ്നമുണ്ടായി. അമ്മയുടെ രോഗം ഭേദമാകുമെന്ന് ലൂസിയോട് വിശുദ്ധ അഗാത്ത സ്വപ്നത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ലൂസി അമ്മയെ വിശുദ്ധ അഗാത്തയുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് കണ്ട് സന്തോഷിച്ച അമ്മ വിവാഹം കഴിക്കാതെ ജീവിക്കാനുള്ള ലൂസിയുടെ ആഗ്രഹത്തിന് സമ്മതം നൽകി. ലൂസി വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിൽ ക്ഷുഭിതനായ യുവാവ് ലൂസി ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം ഗവർണറെ അറിയിച്ചു. ശിക്ഷയായി അവളെ മാനഭംഗപ്പെടുത്തുന്നതിനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഗവർണർ തീരുമാനിച്ചു. എന്നാൽ ലൂസിയെ കൊണ്ടുപോകാൻ ഭടന്മാർ വന്നപ്പോ അവളുടെ ശരീരം വളരെ ഭാരമുള്ളതായി തീർന്നു. അല്പം പോലും അവളെ നീക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്ങനെയാണ് അവൾക്ക് കരുത്ത് ലഭിച്ചതെന്ന് അറിയാവോ? എങ്ങനെയാണ് അവൾക്ക് കരുത്തുണ്ടായതെന്ന് ചോദിച്ചപ്പോ അവൾ ധീരമായി മറുപടി പറഞ്ഞു, എന്റെ കർത്താവും ദൈവവുമായ യേശുവിന്റെ ശക്തിയാണത്. അതെ, എന്റെ കർത്താവും ദൈവവുമായ യേശുവിന്റെ ശക്തിയാണത്. അപ്പോൾ അവളെ കത്തിക്കാൻ കാവൽ ഭടന്മാരോട് ഗവർണർ ആജ്ഞാപിച്ചു. എന്നാൽ തടിയിൽ എണ്ണ ഒഴിച്ചിട്ടും തീ ജ്വാലകൾക്ക് അതിനെ കത്തിക്കാൻ കഴിഞ്ഞില്ല. ഗവർണർ അപഹാസ്യനായി. ലൂസിയുടെ കണ്ണുകൾ ചുവന്നെടുക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ലൂസി യേശുവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ശാന്തയായിരുന്നു. റോമൻ സാമ്രാജ്യം വേഗം ദുർബലമാകുമെന്നും മതപീഡനം അവസാനിക്കുമെന്നും അവൾ പ്രവചിച്ചു. കോപിഷ്ഠനായ ഗവർണർ ലൂസി മരിക്കുന്നത് വരെ അവളുടെ കഴുത്തിൽ കുത്താൻ കൽപ്പിച്ചു. അങ്ങനെ ലൂസി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. അവളെ സംസ്കരിച്ചപ്പോ അവളുടെ കണ്ണുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. വിശുദ്ധ ലൂസിയുടെ ചിത്രം വരയ്ക്കാറുള്ളത് പാപത്തിന്റെ മേലുള്ള വിജയത്തിന്റെ പ്രതീകമായി ഒരു ഒലിവ് ശിഖരവും അന്ധരായവരുടെ മധ്യസ്ഥ എന്നത് സൂചിപ്പിക്കുന്നതിന് ഒരു പാത്രത്തിൽ തന്റെ കണ്ണുകളും സംവഹിക്കുന്നതായാണ്. ചെങ്കണ്ണ്, തൊണ്ടരോഗം, രക്തസ്രാവം, പകർച്ചവ്യാധികൾ എന്നിവ മാറാൻ വിശുദ്ധ ലൂസിയോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ ലൂസിയുടെ ജീവചരിത്രം ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി മറ്റൊരു വിശുദ്ധയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ ബൈ.